ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തേർഡ് ചാപ്റ്റർ ആണ് പെർസെപ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ വേ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് us. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു എന്നതിനെയാണ് പെർസെപ്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, അതായത് 5 സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും വായ കൊണ്ടും ദേഹം കൊണ്ടും ഒക്കെ അല്ലെങ്കിൽ ശരീരം കൊണ്ടൊക്കെ നമ്മൾ ആ ഒരു 5 ഓർഗൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. പെർസെപ്ഷന് അതിനെന്താണ് ഒരു അർത്ഥം കൊടുക്കുന്നു എന്ന്, നമ്മൾ എന്താണോ കളക്ട് ചെയ്ത് വെച്ചത് അതിനൊരു അർത്ഥം കൊടുക്കുക. പെർസെപ്ഷൻ ആഡ്സ് മീനിങ് ടു ദീസ് സെൻസറി ഇൻപുട്സ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഇൻപുട്സിനെ ഒരു മീനിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സബ്ജക്റ്റീവ് ഇൻ നേച്ചറാണ്. സബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, ഞാൻ കേൾക്കുന്നതല്ല നിങ്ങൾ കേൾക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്ത പോലെ ആവില്ല ചിലപ്പോൾ ഒരാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം പെർസെപ്ഷൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അതിനെ സബ്ജക്റ്റീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് ഈസ് നെവർ ആൻ എക്സാക്ട് റെക്കോർഡിംഗ് ഓഫ് ദ ഈവൻറ്റ് ഓർ ദ സിറ്റുവേഷൻ. അതിൻ്റെ അർത്ഥം ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ടും നമ്മൾ അതേപോലെ ഇങ്ങോട്ട് എടുത്തു എന്നുള്ളതല്ല. എങ്കിലും പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെ ഉള്ള ആ ഒരു അറിവിനെ നമ്മൾ എങ്ങനെ ധരിക്കുന്നു, ധാരണ, അതാണ് പെർസെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് നോക്കേണ്ട കാര്യം ഒരു ഡെഫിനേഷൻ അവിടെ പഠിക്കാം. അക്കോർഡിംഗ് ടു ബി വോൺ ഹാലിയർ ഗ്ലിമർ, പെർസെപ്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ബിക്കമിങ് അവെയർ ഓഫ് സിറ്റുവേഷൻ ഓഫ് ആഡിങ് മീനിങ്ഫുൾ അസോസിയേഷൻ ടു സെൻസേഷൻസ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, അവയർനെസ് ഉണ്ടാവുക. അതേപോലെ തന്നെ ആ സെൻസേഷനിലൂടെയുള്ള ആ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള അർത്ഥം അതിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മൾ റിസീവ് ചെയ്യുന്നു, അത് സെലക്ട് ചെയ്യുന്നു, അതിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക, റിയാക്ട് ചെയ്യുക. ഇതും അതിൻ്റെ മീനിങ് ആണ്. എന്തൊക്കെയാണ് അപ്പോൾ പെർസെപ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അതിൽ ഓരോ വ്യക്തികളും അവരുടെ ഡാറ്റ സെലക്ട് ചെയ്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പെർസെപ്ഷനാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പീപ്പിൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരേ സിറ്റുവേഷൻ ആണെങ്കിലും ഈവൻറ്റ്സ് ഡിഫറെൻ്റ്ലി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് സെൻസേഷനും പെർസെപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും 6 ഡിഫറൻസ് ആണ് പറയുന്നത്. സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സെൻസറി ഓർഗൻസിൻ്റെ റെസ്പോൺസിനെയാണ്. ഫിസിക്കൽ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാണുക, കേൾക്കുക, തൊടുക, മണക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി അതിനേക്കാൾ കൂടുതലാണ്. സെൻസേഷനേക്കാൾ ഒന്നുകൂടി ഒരു പടി കൂടി മുകളിലേക്ക് വെക്കുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ കിട്ടുന്ന കാര്യങ്ങളെ കോറിലേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, കോംപ്രിഹെൻസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് മാത്രമല്ല അതിനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ധരിച്ചു വയ്ക്കുന്നു എന്നാണ് പെർസെപ്ഷൻ്റെ പ്രത്യേകത. സെൻസേഷൻ ഒരു സിമ്പിൾ മെൻ്റൽ പ്രോസസ്സാണ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലെക്സ് മെൻ്റൽ പ്രോസസ്സാണ്. സെൻസേഷൻ ഈസ് ഡൺ വിത്ത് ഫിസിക്കൽ സെൻസ് ബൈ എ പേഴ്സൺ. ഒരു വ്യക്തിക്ക് അവരുടെ ഫിസിക്കൽ സെൻസ് ഉപയോഗിച്ച് സെൻസേഷൻ നടത്താം. പക്ഷെ പെർസെപ്ഷൻ വരുമ്പം അവിടെ ഒരു മീനിങ് കൂടി ആ സെൻസേഷന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ ഈസ് സം വാട്ട് ഇനാക്റ്റീവ് ഇൻ സെൻസേഷൻ ബട്ട് ഹീ ഈസ് ആക്റ്റീവ് ഇൻ പെർസെപ്ഷൻ. ചില സമയങ്ങളിൽ വ്യക്തികളെന്ന് പറയുന്നത് സെൻസേഷൻ സമയത്ത് ഇനാക്റ്റീവ് ആയിരിക്കാം, പക്ഷെ അതേസമയം പെർസെപ്ഷൻ വരുന്നത് വളരെ ആക്റ്റീവായിരിക്കുമ്പോൾ മാത്രമാണ്. സെൻസേഷൻ പെർസെപ്ഷൻ്റെ ഒരു ഭാഗമാണ്. കാരണം സെൻസേഷൻ എന്ന് പറയുന്നത് പെർസെപ്ഷൻ്റെ പ്രൈമറി സ്റ്റേജ് ആണ്. അവർ ഓർഗൻസ് ആൻഡ് നെർവ്സ് ആർ ആക്റ്റീവ് ഇൻ സെൻസേഷൻ. സെൻസേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഓർഗൻസും നെർവ്സും ഒക്കെ ആക്റ്റീവ് ആയിരിക്കും. പെർസെപ്ഷൻ വരുമ്പോഴോ നമ്മുടെ ബോഡി മൊത്തത്തിൽ തന്നെ ആക്റ്റീവ് ആയിരിക്കും. ഇതാണ് പെർസെപ്ഷനും സെൻസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി പെർസെപ്ച്വലിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റിസീവിങ് സ്റ്റിമുലി. ഈ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എനി ഓഫ് ദ സെൻസസ്. നമ്മുടെ സെൻസുകൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ സെൻസറി റിസെപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഓർഗൻസ്, കണ്ണ്, ചെവി, മൂക്ക്, വായ, സ്കിന്ന്, ഇതുകൊണ്ടൊക്കെ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചെടുക്കുക. അപ്പോൾ അവർക്കാണ് സെൻസറി ഇൻപുട്ട് കിട്ടുന്നത്. ഈ സെൻസറി ഫങ്ഷൻ ആണ്
സെൻസറി ഫങ്ഷൻ പറയുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവികൊണ്ട് കേൾക്കുന്നു, മൂക്കൊണ്ട് മണക്കുന്നു, വായ കൊണ്ട് ടേസ്റ്റ് ചെയ്യുന്നു, ദേഹം കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് ഫീൽ ചെയ്യുന്നു. ഈ സെൻസറി ഓർഗൻസ് ഫിസിക്കൽ ഒബ്ജക്ട്സിൽ നിന്ന് റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ പീപ്പിളിൽ നിന്നോ ഈവൻറ്റിൽ നിന്നൊക്കെയാണ് അവർ ഈ ഒരു കാര്യം റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റിമുലി അതുണ്ടാവാനുള്ള കാരണം എക്സ്റ്റേണൽ ആവാം, ഇൻറ്റേർണൽ ആവാം. എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, ഇപ്പോൾ നമ്മൾ പ്രകാശകിരണങ്ങൾ അല്ലെങ്കിൽ ശബ്ദകിരണങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഓഫ് പ്രഷർ, ഊർജത്തിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന സ്മെല്ല്, ടേസ്റ്റ്, ഇതെല്ലാം പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇൻറ്റേർണൽ സ്റ്റിമുലി എന്ന് പറയുന്ന ഫുഡ് പാസിങ് ത്രൂ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പം അത് ആമാശയത്തിലേക്ക് എത്തുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. അതുപോലെ എനർജി ജനറേറ്റ് ചെയ്യുക മസിൽസ് കൊണ്ട്, ഗ്ലാൻഡുകളൊക്കെ സെക്രീറ്റ് ചെയ്യുക, ഗ്രന്ഥികളൊക്കെ ഹോർമോണുകളൊക്കെ സെക്രീറ്റ് ചെയ്യുക, ബിഹേവിയർ ഇൻഫ്ലുവൻസിങ് ഹോർമോൺസ്, ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഹേവിയേഴ്സിനെയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ സ്റ്റിമുലി. എക്സ്റ്റേണൽ സ്റ്റിമുലി എന്ന് പറയുന്നത്, അപ്പോൾ ഒരാൾക്ക് ആ ഒരു സ്റ്റിമുലി റിസീവ് ചെയ്യുന്നത് ഇൻറ്റേർണലി ആവാം, എക്സ്റ്റേണലി ആവാം. അതിനുശേഷം സെലക്ട് ചെയ്യുന്നു. ഈ ഒരു സ്റ്റിമുലി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, എൻവയോൺമെൻറ്റിൽ നിന്ന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ചിലത് മാത്രം സെലക്ട് ചെയ്യുന്നു. ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ചില സ്റ്റിമുലിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു. കാരണം ഇൻഡിവിജ്വൽസ് നോട്ട് ഏബിൾ ടു സെലക്ട് ഓൾ സ്റ്റിമുലി റിസീവ്ഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന്, പരിസരത്ത് നിന്ന് കിട്ടുന്ന എല്ലാ സ്റ്റിമുലിനെയും റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. കാരണം എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഒക്കെ കൺസിഡർ ചെയ്യണം ഒരു സ്റ്റിമുലി സെലക്ട് ചെയ്യണമെങ്കിൽ. ഇനി ഓർഗനൈസേഷൻ ഓഫ് സ്റ്റിമുലി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ റിസീവ് ചെയ്തിരിക്കുന്ന സ്റ്റിമുലിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുക, ഒരു മീനിങ് അതിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് എന്താ പറഞ്ഞാൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ കിട്ടിയിരിക്കുന്ന ആ ഡാറ്റ റിസീവ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ആ പെർസീവർ ആരാണോ അവർ ഇൻ്റർപ്രിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ ഒരു മീനിങ്, അർത്ഥം കൊടുക്കുക എന്നാണ് പറയുന്നത്. പീപ്പിൾ വിൽ ഇൻ്റർപ്രിറ്റ് ഡാറ്റ ഓൺ ദ ബേസ് ഓഫ് ദെയർ അസംഷൻസ്. ഓരോ വ്യക്തികളും വ്യാഖ്യാനിക്കുന്ന അവരുടെ അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഓരോ ഈവൻറ്റുകളോ അല്ലെങ്കിൽ ആട്രിബ്യൂഷൻസോ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമുക്കറിയാം റോസാപ്പൂ നല്ല ഭംഗിയാണ്, നല്ല മണമുണ്ട് എന്ന് പറയുന്ന നമ്മൾ ആ ഒരു വേർഡ് കൊടുക്കുന്നത് അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മണത്തുകൊണ്ടാണ്. അതാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ബിഹേവിയറൽ ഫീലിങ്സ്, ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റിമുലി അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിറ്റുവേഷൻ, അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത്. അഞ്ചാമത്തേത് ബിഹേവിയർ റെസ്പോൺസ് ആണ്. ഈ ഒരു സ്റ്റേജിൽ ആ പെർസീവ്ഡ് റെസ്പോൺസ് എപ്പോഴും ബോത്ത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീൽഡ് റെസ്പോൺസ് ആണ്. നമുക്കത് ഡയറക്റ്റ് അറിയാൻ പറ്റില്ല, പകരം നമ്മുടെ ആറ്റിറ്റ്യൂഡെന്നും മോട്ടീവെന്നും ഫീലിങ്സിലൂടെയൊക്കെയാണ് അറിയാൻ പറ്റുക. എക്സ്പ്ലിസിറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ ധാരണകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ? രണ്ട് തരത്തിലുള്ളതാണ്. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടർ ഉണ്ട്, രണ്ട് എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലേണിംഗ് വരും, സൈക്കോളജിക്കലായിട്ടുള്ള നീഡ്സ്, ഏജ് ഡിഫറൻസ്, ഇൻട്രസ്റ്റ്, ആംബിവലൻസ്, പാരനോഡ്, പെർസെപ്ഷൻ, എക്സ്പീരിയൻസ്, പേഴ്സണാലിറ്റി, ബിലീഫ് ആൻഡ് എക്സ്പെക്റ്റേഷൻ എല്ലാം അതിൽ വരും, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ലേണിംഗ് ആണ്. ലേണിംഗ് തീർച്ചയായിട്ടും കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ആണ് പെർസെപ്ഷൻ്റെ. നമ്മൾ ഓരോ കാര്യങ്ങളെ പഠിക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. രണ്ടാമത്തെ മോട്ടിവേഷൻ ആൻഡ് നീഡ്സ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഒരാളുടെ സെൻസിറ്റിവിറ്റിനെ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് പറയുന്നത്. അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സോ മോട്ടീവ്സോ സ്റ്റിമുലേറ്റ് ഇൻഡിവിജ്വൽസിനെ എക്സേർട്ട് സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദെയർ പെർസെപ്ഷൻസ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. 2 groups of subjects. One group who is deprived of food for about 24 hours and the other group which had food enough were shown blurred pictures and asked to explain the contents. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് പെർസീവ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലേർഡ് ആയിട്ടുള്ള ഇമേജുകളാണ്. ആസ് ഫുഡ് ഫാർ മോർ ഫ്രീക്വൻറ്റ്ലി ദാൻ ദ അതർ ഗ്രൂപ്പ്. പീപ്പിൾ നീഡ്സ് ആൻഡ് മോട്ടീവ് ദസ് പ്ലേ എ ബിഗ് പാർട്ട് ഇൻ ദ പെർസെപ്ച്വൽ പ്രോസസ്സ്. പെർസെപ്ച്വൽ പ്രോസസ്സിൽ തീർച്ചയായിട്ടും ആളുകളുടെ മോട്ടീവ്സ്, അവരുടെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കും. അതൊരു സെൽഫ് കോൺസെപ്റ്റാണ്. അതായത് എങ്ങനെ ഒരു വ്യക്തി ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ലോകത്തിനെ തന്നെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അവർ തന്നെ ഇൻകോമ്പിറ്റൻ്റ് ആണെങ്കിൽ ആ പെർസീവ് ചെയ്യുന്ന വേൾഡും അവരെ സംബന്ധിച്ചുള്ള ത്രെട്ടനിങ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്.
മനോഭാവമാണ്. പ്രിഫറൻസുകൾ, ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ നമുക്കുണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും പെർസെപ്ഷൻ ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ, ഒരു പ്രൊഫസർ ബിഗ്ഗർ ക്ലാസ്സസിൽ എൻഗേജ് ചെയ്യുന്നു. ഫീൽസ് കംഫർട്ടബിൾ ഇൻ എ ലെക്ചർ സെഷൻ വിച്ച് ഹാസ് മോർ ദാൻ 100 സ്റ്റുഡൻസ്. 100-ലധികം കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈക്സ് ആണ്, അല്ലെങ്കിൽ അത് അവരുടെ പെർസെപ്ഷനാണ്. അനദർ പ്രൊഫസർ എന്താ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടം സ്മോൾ ക്ലാസ് ആണ്. എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് മേ നോട്ട് ബി സോ കംഫർട്ടബിൾ ഇൻ സച്ച് ബിഗ് ക്ലാസ്സസ്. അപ്പോൾ ആ പ്രൊഫസറെ സംബന്ധിച്ചോളം അവർക്ക് ബിഗ് ക്ലാസ്സുകൾ കംഫർട്ടബിൾ അല്ല. അപ്പോൾ അത് നമ്മുടെ മനോഭാവമാണ് കാണിക്കുക, ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ആറാമത്തെ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക നമ്മുടെ പേഴ്സണാലിറ്റി ഫാക്ടറും പെർസെപ്ഷനും തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയാം, സെക്യൂർ പീപ്പിൾ ലൈക്ലി ടു പെർസീവ് അതേഴ്സ് ആസ് വാം സപ്പോർട്ടീവ് ദാൻ ദോസ് ഹു ആർ മോർ കോൾഡ് ആൻഡ് ഇൻഡിഫറൻറ്റ്. സെക്യൂർ ആയിട്ടുള്ള ആളുകൾ പൊതുവെ അവരെന്താണ്, കുറച്ചും കൂടി കോൾഡ് ആൻഡ് ഇൻഡിഫറൻ്റ് ആയ ആളുകളെക്കാട്ടിലും വാം സപ്പോർട്ടീവ് ആയിരിക്കാം. സെൽഫ് ആക്സെപ്റ്റിംഗ് പേഴ്സൺസ് പെർസീവ് അതേഴ്സ് ആസ് ലൈനിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ദം. ദോസ് ഹു ആർ നോട്ട് സെൽഫ് ആക്സെപ്റ്റിംഗ് മേ ഡിസ്ട്രസ് അതേഴ്സ്. നമ്മൾ സ്വയം തന്നെ ചില കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത ആളുകൾ മറ്റുള്ള ആളുകൾക്കും ആ ഒരു വിശ്വാസം കൊടുക്കില്ല. അവർ വളരെ ഇൻസെക്യൂർ ആവും, തോട്ട്ലെസ് ആയിരിക്കും, നോൺ സെൽഫ് ആക്സെപ്റ്റിംഗ് പേഴ്സൺ ആയിരിക്കും. അതൊക്കെയാണ് പേഴ്സണാലിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഡിസ്റ്റോർട്ട് ചെയ്യുക, മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യുക, പലതരത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുക. പിന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടാർഗറ്റ് ഉണ്ടായിരിക്കും. ദ വേ തിങ്സ് ആർ ഓർഗനൈസ്ഡ് അറൗണ്ട് us ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസിങ് ദ പെർസെപ്ച്വൽ പ്രോസസ്. സം ഓഫ് ദ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്, ബ്രൈറ്റ് കളർ, നോയ്സ്, നോവൽ ഒബ്ജക്ട്സ്, ബിഗർ അൺയൂഷ്വൽ സൈസ്, മൂവിങ് ഒബ്ജക്ട്സ്, നമ്മുടെ സ്റ്റാറ്റസ്, അപ്പിയറൻസ്, കോൺട്രാസ്റ്റ്, അതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും അതിനൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. Unusual noise raised by a person, a strong beam of light suddenly flashed, a very handsome, attractive person among group of clumsy people. അതൊക്കെ നമുക്ക് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് കാണിക്കുന്നത്. അൺയൂഷ്വൽ നോയ്സ്, ഒരു വ്യക്തി വളരെ ഉച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത് പോവുക, നല്ല ഭംഗിയുള്ള ഹാൻസം ആയിട്ടുള്ള അട്രാക്റ്റീവ് പേഴ്സൺ, ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലംസി ആയിട്ടുള്ള പീപ്പിളിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള ഒരു വ്യക്തി ഉണ്ടാവുക. എ റെഡ് ലൈറ്റ് അഗെയിൻസ്റ്റ് എ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ലൈറ്റ് ഉണ്ടാവുക. അൺയൂഷ്വലി ഫാറ്റ് പേഴ്സൺ എമംഗ് ഗ്രൂപ്പ് ഓഫ് സ്ലിം പീപ്പിൾ, ഒരു കൂട്ടം സ്ലിം പീപ്പിളുടെ ഇടയിൽ ഒരു തടിച്ച ഒരാളുണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിറ്റുവേഷൻ, തന്നിരിക്കുന്ന സിറ്റുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് കോണ്ടെക്സ്റ്റ് ആണോ ആ ഒരു ഇൻസിഡൻറ്റ് ഒക്കർ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും പെർസെപ്ച്വൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. അത് ഫിസിക്കലോ സോഷ്യലോ ഓർഗനൈസേഷണൽ സെറ്റിങ്ങോ ടൈമോ എന്ത് വേണമെങ്കിലും ആവാം. ഹൗ വി ഇൻ്റർപ്രറ്റ് ദ സ്റ്റിമുലി, എങ്ങനെ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ലേറ്റ് കമ്മിങ് ഓഫ് സബോർഡിനേറ്റ് അറ്റ് എ ബർത്ത്ഡേ പാർട്ടി മേ ബി ഇഗ്നോർഡ് ബട്ട് ട്രീറ്റഡ് ഹിം ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ബൈ ദ മാനേജർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സെയിം പേഴ്സൺ ലേറ്റ് കമ്മിങ് ടു ആൻ ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ മീറ്റിംഗ് വിൽ ബി വ്യൂഡ് ആസ് സീരിയസ്ലി. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് മാറുന്നത്. ഇപ്പം നമ്മളൊരു ബർത്ത്ഡേ പാർട്ടി വെക്കുകയാണ്, അതിന് നമ്മുടെ ഒരു സബോർഡിനേറ്റ് കുറച്ച് വൈകിട്ടാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ബട്ട് ട്രീറ്റഡ് ഹിം ആസ് എ ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കാം. അതേസമയം ഇതേ വ്യക്തി തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ മീറ്റിങ്ങിനാണ് വരണമെങ്കിൽ ഇതുപോലെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് പ്രശ്നം വളരെ സീരിയസ് ആയിരിക്കും. അപ്പോൾ മാനേജർ അത് ഇഷ്യൂ ഉണ്ടാക്കും, ഒരു മെമ്മോ ഒക്കെ അയക്കും, എന്തുകൊണ്ട് വൈകി എന്നുള്ള എക്സ്പ്ലനേഷനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാവുന്നത്, നമ്മൾ നടക്കുന്ന ആ ഒരു ഈവൻ്റ് എന്താണോ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റും അതിൻ്റെ ടൈമിങ്ങും നമ്മുടെ റോളും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഏജ് ഡിഫറൻസ് ആണ്. ഡിഫറെൻറ്റ് പെർസെപ്ഷൻ ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം എന്താണ്, ഇപ്പോൾ 5 വയസ്സായ ഒരു കുട്ടി കാണുന്ന പോലെയല്ല 25 വയസ്സുള്ള ആൾ കാണുന്നത്, അല്ലെങ്കിൽ 50 വയസ്സ്. അപ്പോൾ ഏജിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. യങ് എക്സിക്യൂട്ടീവ് വിൽ കംപ്ലെയിൻ അബൌട്ട് ദ റിലക്റ്റൻസ് ഓഫ് ഓൾഡ് വൺസ് ടു അഡോപ്റ്റ് ചേഞ്ചസ്. പഴയ ആളുകളൊന്നും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. അപ്പോൾ അത് യങ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ കംപ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് തീർച്ചയായിട്ടും പെർസെപ്ഷനിലും മാറ്റങ്ങൾ കാണിക്കുന്നതാണ് പറയുന്നത്. 10ാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന അവരുടെ താല്പര്യങ്ങൾ കൂടിയിട്ടാണ്. അൺകോൺഷ്യസ്ലി ആയിരിക്കാം. ഇൻഡിവിജ്വൽസ് ഫോക്കസ് ഓഫ് അറ്റൻഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. ഒരു പ്ലാസ്റ്റിക് സർജൻ എപ്പോഴും എന്താ ചെയ്യുന്നത്, നോട്ടീസ് ആൻ ഇംപെർഫെക്റ്റ് നോസ് ദാൻ എ പ്ലംബർ. ഒരു പ്ലംബറിനെക്കാട്ടിലും അയാൾ നോക്കുന്ന എപ്പോഴും ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള നോസ് എവിടെയാണോ അവിടെ ആയിരിക്കും ഒരു പ്ലാസ്റ്റിക് സർജൻ നോക്കുന്നുണ്ടാവുക. അത് അയാളുടെ താല്പര്യമാണ്. ബിക്കോസ് ഓഫ് ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓരോരുത്തരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. വാട്ട് വൺ പേഴ്സൺ നോട്ടീസസ് ഇൻ എ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ എന്താണോ ഒരു വ്യക്തി അവിടെ നോട്ടീസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കപ്പെടുന്നത്, ക്യാൻ ഡിഫർ ഫ്രം വാട്ട് അതർ പേഴ്സൺ പെർസീവ്സ്. അതേസമയം നമ്മളും അതേ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ
നമ്മളുടെ താല്പര്യം അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയോ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. 11ാമത്തെ പോയിന്റ് എക്സ്പെക്റ്റേഷൻ ആണ്. എക്സ്പെക്റ്റേഷൻ ക്യാൻ ഓൾസോ ഡിസ്റ്റോർട്ട് ദ പെർസെപ്ഷൻ പ്രോസസ്സ്. അതായത് ഒരു വ്യക്തി പോലീസ് ഓഫീസർ അവൻ എക്സ്പെക്ട് ചെയ്യുന്നു മോർ അതോറിറ്റേറ്റീവ് ആൻഡ് ഡിക്റ്റേറ്റോറിയൽ ആയിരിക്കും ആ ഒരു ടൈപ്പ്. അപ്പോൾ അവർ പെർസീവ് ചെയ്യുന്നത് എന്താ, ദേ ആർ റഫ് ആൻഡ് ടഫ് ആയിട്ട് റിഗാർഡ്ലെസ് ഓഫ് ദ ഗുഡ് ബിഹേവിയർ. പോലീസ് ഓഫീസേഴ്സിനൊന്നും ഗുഡ് ബിഹേവിയർ പറ്റില്ല, ഭയങ്കര റഫായി നിൽക്കണം എന്നുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനാണ് അവിടെ വരുന്നത്. പിന്നെ പാസ്റ്റ് എക്സ്പീരിയൻസും അതിന് നല്ലൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ ന്യൂ എക്സ്പീരിയൻസും. അപ്പോൾ 2 തരത്തിലുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ആ പെർസെപ്ഷനിൽ ആ ഒരു ചേഞ്ച് കാണിക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് 14ാമത്തെ പോയിന്റ് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്. അത് നമ്മുടെ ഏജോ സെക്സോ ഡ്രസ്സോ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് 15ാമത്തെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. ഇനി നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള നമ്മുടെ പശ്ചാത്തലം എന്താണോ അതിനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും പല പെർസെപ്ഷൻസും നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ എംപ്ലോയി പെർസെപ്ഷൻസ് എപ്പോഴും ബേസ് ചെയ്യുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഡെവലപ്ഡ് എംപ്ലോയീസ് ആണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. 16ാമത്തെ പോയിന്റാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വിശ്വാസങ്ങളും പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ സെൻസേഴ്സ് സ്റ്റിമുലി ഇൻപുട്സ് ടു അവോയ്ഡ് ഡിസ്റ്റർബൻസ് ഓഫ് ഹിസ് എക്സിസ്റ്റിംഗ് ബിലീഫ്. നിലവിലുള്ള ബിലീഫിന് യാതൊരു തരം ഡിസ്റ്റർബൻസ് വരുത്താനും അവർ ശ്രമിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുന്ന പെർസെപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണലി പുറത്തുനിന്നുണ്ടാവുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നേച്ചറാണ്. ഇവിടെ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവിനെ നമ്മൾ കാണുക അല്ലെങ്കിൽ കേൾക്കുക. അത് വ്യക്തികളോ മനുഷ്യരോ മൃഗങ്ങളോ എന്ത് വേണമെങ്കിൽ ആവാം. ഒരു പിക്ചർ നമ്മൾ അട്രാക്റ്റ് ചെയ്യും, ചിലപ്പോൾ വേർഡ്സിനേക്കാളും അധികമായിട്ട്. അതൊക്കെ അതിൻ്റെ ഒരു സ്വഭാവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏത് ലൊക്കേഷനാണ് ബെസ്റ്റ് ലൊക്കേഷൻ ഓഫ് വിഷ്വൽ അട്രാക്ട് അറ്റൻഷൻ ഓഫ് ദി പീപ്പിൾ. ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ, അതിൻ്റെ വിഷ്വൽ അട്രാക്ഷനും അത് ആ സ്ഥലത്തിൻ്റെ ഭംഗി കൂടിയായിരിക്കാം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി നമുക്ക് ചാൻസ് ഓഫ് സെലക്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോർ ലൈക്ലി ടു ബി പെർസീവ്ഡ്. അത് കൂടുതലായി നമ്മളൊരു ധാരണ, അതിൻ്റെ സൗണ്ട്, സ്ട്രോങ് സ്മെല്ല്, ബ്രൈറ്റ് ലൈറ്റ് ഒക്കെ നോട്ടീസ് ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അത് കമ്പയർ ചെയ്യപ്പെടുന്നത് സോഫ്റ്റ് സൗണ്ടിനോടാണ്. അതേപോലെ തന്നെ സ്മെല്ലും ഡിം ലൈറ്റും ബ്രൈറ്റ് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ ആ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് നമ്മുടെ പെർസെപ്ഷൻ അവിടെ രൂപപ്പെടുന്നത്. പിന്നെ 4ാമത്തേൽ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ബിഗ് സൈസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പെർസീവർ അട്രാക്റ്റ് ചെയ്യും, അറ്റൻഷൻ സീക്ക് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് യുണീക്നെസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് അറ്റൻഷൻ. എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി നിൽക്കുക. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ എക്സ്റ്റേണൽ സ്റ്റിമുലി വിച്ച് സ്റ്റാൻഡ് ഔട്ട് എഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട്. കൂടെ ഉള്ളവർ എന്താണോ അതിന് എതിരായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടുന്നത്. വിച്ച് ആർ നോട്ട് ആൻഡ് വാട്ട് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് വിൽ റിസീവ് ദെയർ അറ്റൻഷൻ. മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടാനുള്ള ഉദ്ദേശത്തോടുകൂടി എന്താണോ മറ്റുള്ളവർ ചെയ്യുന്നത് അതല്ലാത്ത ഒന്നായിരിക്കും നമ്മളിവിടെ ചെയ്യുന്നുണ്ടാവുക. മൂവ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ഒബ്ജക്റ്റ്. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നീ കാഴ്ച കാണാൻ പോകുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാകുമ്പോൾ നമ്മൾ കൂടുതൽ അതിന് അറ്റൻഷൻ കൊടുക്കും. ആ ഒബ്ജക്റ്റ് വിച്ച് ഈസ് സ്റ്റാൻഡ് സ്റ്റിൽ. നിലവിൽ ഒരു ഇളക്കവും ഇല്ലാതെ ഒരു പ്രതിമ നിൽക്കുന്നതും എന്നാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതും രണ്ടാണ്. അപ്പോൾ മൂവ്മെൻറ്റിനും നമ്മുടെ പെർസെപ്ഷനെ മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ വർക്കർ വിൽ പേ മോർ അറ്റൻഷൻ ടു മെറ്റീരിയൽ മൂവിങ് ത്രൂ കൺവെയർ ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് മെറ്റൽ മൂവിങ് നോക്കണം ആസ് കമ്പയർഡ് ടു ദ മെയിൻ്റനൻസ് നീഡ് ഓഫ് എ മെഷീൻ ലൊക്കേറ്റഡ് നിയർ ടു ഹിം. അവരുടെ അടുത്തുള്ളൊരു മെഷീൻ അത് കേടാണ്, അത് മെയിൻ്റനൻസ് നോക്കുന്നതിന് പകരം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുക. അപ്പം മൂവ്മെൻറ്റ് കൊണ്ടും എന്തുണ്ടാവുക, നമ്മുടെ പെർസെപ്ഷനൊക്കെ മാറാമെന്നുള്ളതാണ് പറയുന്നത്. ഇനി 7ാമത്തെ പോയിന്റ് പറയുന്നത് റിപ്പീറ്റേഷനാണ്. റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ അട്രാക്റ്റീവ് ആവാം. ഒരു സിംഗിൾ ആയിട്ടുള്ള കാര്യം ഒരു തവണ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ 8 or 10 തവണ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ ഡിഫറെൻറ്റ് വരാം. ഇപ്പോൾ ടി വി അഡ്വർടൈസ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ സച്ച് പ്രിൻസിപ്പിൾ. കാരണം ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. ആ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താ നമ്മളിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അതൊക്കെ ഒരു റിപ്പീറ്റേഷൻ്റെ ഭാഗമായി തുടർച്ചയായി കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് നമ്മൾ ഒരിക്കലും വിട്ടുപോകില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ നോവൽറ്റി ആൻഡ് ഫെമിലാരിറ്റി. നോവൽ ഓർ ഫെമിലിയർ എക്സ്റ്റേണൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന നോവൽ എന്ന് പറയുന്നത് കഥയോ കവിതയോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അറ്റൻഷൻ ഗെറ്റർ, മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അതാണ് നോവൽ. പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. ന്യൂ സെറ്റിങ്സ് വിൽ ഗെറ്റ് മോർ അറ്റൻഷൻ. പുതിയതായി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ട് ശ്രദ്ധ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യം പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഒരുപാട് പറഞ്ഞു, ഒരു 15 പോയിന്റോളം പറഞ്ഞു. ഇനി നെക്സ്റ്റ് പറഞ്ഞതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഒരു 8 പോയിന്റ്. അപ്പോൾ ഒരു 16 പോയിന്റ് ഇൻറ്റേർണൽ ഫാക്ടറും 8 പോയിന്റ് എന്താ കൊടുത്തിരിക്കുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മളെടുത്ത കാര്യങ്ങൾ. മൂന്നാമത്തെ ചാപ്റ്റർ പെർസെപ്ഷൻ്റെ ഡെഫിനേഷനും മീനിങ്ങും പഠിക്കുക, അതേപോലെ തന്നെ പ്രോസസ്സ് പഠിക്കുക, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നിർബന്ധമായും പഠിക്കുക. ഒരു എസ്സേക്ക് നല്ല ചാൻസ് ഉള്ളൊരു പോർഷൻ കൂടിയാണിത്. അപ്പോൾ ഈ അടുത്തൊരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്